മാളയിൽ സംരക്ഷിത സ്മാരകത്തിന് ചുറ്റും നിശ്ചിത മേഖലയിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് മുൻകൂർ അനുമതി തേടണം. ഉത്തരവ് വന്നതോടെ വെട്ടിലായി പ്രദേശവാസികൾ. മാള പ്രസ് ക്ലബിനെതിരെ ഗ്രാമപഞ്ചായത്തിന്റെ റവന്യൂ റിക്കവറി നോട്ടീസ്. 1000 രൂപ മാസ വാടകയ്ക്ക് പകരം 10,000 രൂപ വാടകയും പലിശയും ചേർത്ത് 6 ലക്ഷത്തിൽ പരം രൂപയുടെ നോട്ടീസ്. PK ശശി ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് MV ഗോവിന്ദൻ. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തുവെന്ന വാർത്ത തെറ്റാണെന്നും ഗോവിന്ദൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാളയിൽ സംരക്ഷിത സ്മാരകത്തിന് ചുറ്റും നിശ്ചിത മേഖലയിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് മുൻകൂർ അനുമതി തേടണമെന്ന ഉത്തരവ് വന്നതോടെ വെട്ടിലായി പ്രദേശവാസികൾ. ഇനി മുതൽ പുരാവസ്തു വകുപ്പ് അനുശാസിക്കുന്ന ദൂരത്തിൽ നിയമം പാലിച്ചു മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. മാള ടൗണിലും സമീപ സ്ഥലത്തും കുഴിക്കുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പുരാവസ്തു വകുപ്പിന്റെ അനുമതി തേടണമെന്ന ഉത്തരവ് നിലവിൽ വന്നതോടെ പ്രദേശവാസികൾ വെട്ടിലായി. മാള പഞ്ചായത്ത് ഭരണസമിതിക്കും MLAക്കുമെതിരെ ജനങ്ങളിൽ ഇതോടെ പ്രതിഷേധം ശക്തമായി. പുരാവസ്തു ഏറ്റെടുത്താൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് പഞ്ചായത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ വകുപ്പിന് വിട്ടുകൊടുത്തതാണ് പ്രധാന കാരണം. വീടിനോട് ചേർന്ന് ഒരു മുറി പണിയാൻ വരെ അനുമതിക്കായി ഇനി പുരാവസ്തുവിന്റെ ഓഫീസ് കൂടി കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക് വന്നിരിക്കുന്നത്. പഞ്ചായത്ത് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോലും പുരാവസ്തു വകുപ്പിന്റെ മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധനയാണ് വന്നിരിക്കുന്നത്. മാള ടൗണിലെ സിനഗോഗിൽ നിന്ന് 170 മീറ്റർ ദൂരത്തിലുള്ള പഞ്ചായത്ത് കൈവശം വെച്ചിട്ടുള്ള കെട്ടിടത്തിൽ നിർമ്മാണം നടത്തുന്നതിനും ഇതേ നിബന്ധന ബാധകമായിരിക്കുകയാണ്. സംരക്ഷിത സ്മാരകത്തിന് ഹാനികരമല്ലെങ്കിലും നിർമ്മാണത്തിന് മുൻകൂർ അനുമതി തൃശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരം ചുമതലയുള്ള ഓഫീസറെ അറിയിക്കണമെന്നും കുഴിക്കുമ്പോൾ എന്തെങ്കിലും പുരാവസ്തുക്കൾ ലഭിച്ചാൽ നിർമ്മാണം നിർത്തിവെച്ച് അറിയിക്കണമെന്നും പുരാവസ്തു വകുപ്പിന്റെ അറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. മാള പഞ്ചായത്തിന്റെ കൈവശമുള്ള കെട്ടിടത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ചുള്ള ശൗചാലയം നിർമ്മിക്കുന്നതിന് മാള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി തേടി നൽകിയ കത്തിന് മറുപടിയായാണ് നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിയമത്തിന്റെ നൂലാമാലകൾ കാരണം 4 വർഷം മുൻപ് MLA അനുവദിച്ചു നൽകിയ പണം ഉപയോഗിച്ച് ഇതുവരെ ശൗചാലയം നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യക്ഷത്തിൽ മാള പഞ്ചായത്ത് നടത്തിയ നീക്കങ്ങൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലായെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ ടൈം, മാള. മാള പ്രസ് ക്ലബിനെതിരെ ഗ്രാമപഞ്ചായത്തിന്റെ റവന്യൂ റിക്കവറി നോട്ടീസ്. ഭരണസമിതി തീരുമാനിച്ചു നൽകിയ 1000 രൂപ മാസ വാടകയ്ക്ക് പകരം 10,000 രൂപ വാടകയും 18% പലിശയും ചേർത്ത് 6 ലക്ഷത്തിൽ പരം രൂപയുടെ റവന്യൂ റിക്കവറി നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കം പകപോക്കലാണെന്നാണ് പ്രസ് ക്ലബിന്റെ വാദം. മാള ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷം ഭരണത്തിൽ വന്നാൽ മാള പ്രസ് ക്ലബിന് സ്വന്തമായി ഓഫീസ് സൗകര്യമില്ലാത്തതിനാൽ മാളക്കടവിൽ സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഹട്ട് കെട്ടിടത്തിന്റെ മുകളിൽ ഓഫീസ് കെട്ടിടം പണിതു നൽകുമെന്ന് 2015 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു. അതുപ്രകാരം 2015-2020 കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന CPM പഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വില്ലേജ് ഹട്ടിന് മുകളിൽ പ്രസ് ക്ലബിനായി ഹാളും ഓഫീസ് മുറിയും പണിതു നൽകി. മറ്റു വരുമാനമില്ലാത്ത ചാരിറ്റബിൾ സംഘടനയായ പ്രസ് ക്ലബിന് വാടക പൂർണ്ണമായി ഒഴിവാക്കി നൽകാൻ ഭരണസമിതി താൽപര്യം കാണിച്ചെങ്കിലും സാങ്കേതിക തടസ്സമുള്ളതിനാൽ ഭരണസമിതി തീരുമാനപ്രകാരം 1000 രൂപ നിശ്ചയിച്ച് നൽകുകയും ആഘോഷമായ ഉദ്ഘാടന ചടങ്ങോടെ 2019 മാർച്ചിൽ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ കെട്ടിടത്തിന്റെ താക്കോൽ പ്രസ് ക്ലബിന് കൈമാറി. എന്നാൽ മാള ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിനെ സംബന്ധിച്ച് ബൈലോ തയ്യാറാക്കി സർക്കാരിൽ നിന്നും അനുമതി വാങ്ങാത്തതിനാൽ പ്രസ് ക്ലബുമായി വാടക കരാർ ഒപ്പുവെക്കുകയോ 1000 രൂപ വാടക പ്രസ് ക്ലബിൽ നിന്ന് പഞ്ചായത്ത് സ്വീകരിക്കുകയോ ചെയ്തില്ല. 2019 ഒരു കെട്ടിടം വാടകയ്ക്ക് തരികയും 2024 ബൈലോ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ ബൈലോ ഞങ്ങൾക്ക് അടുത്ത ദിവസം വന്ന പഞ്ചായത്ത് സെക്രട്ടറി അയച്ച കത്തിൽ പറയുന്നത് ബൈലോ ഇല്ലാത്തതിന്റെ പേരിൽ ഈ 1000 രൂപ നിശ്ചയിച്ച വാടക 1000 രൂപ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. LSCD എഞ്ചിനീയർ കണക്കൂട്ടിയ 10,000 രൂപയോളം വരുന്ന വാടക നിങ്ങൾ അടയ്ക്കണമെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെടുന്നത്. ഈ കാര്യങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോടും MLAയോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടെല്ലാം ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല, ഇവരൊന്നും ഈ വിഷയത്തിൽ ഇതുവരെയും ഇടപെട്ടിട്ടില്ല. ഇപ്പൊ അടുത്ത സമയത്ത് വീണ്ടും ഒരു 5 ലക്ഷത്തിന് മേലെ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും ഒരു കത്ത് തന്നു. ആ കത്തിന് ഞങ്ങൾ മറുപടി കൊടുത്തു. കാരണം ഇതേവരെ ഒരു വാടക കരാറ് മാള ഗ്രാമപഞ്ചായത്തായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വെച്ചിട്ടില്ല. വെക്കാത്തതിന് കാരണം സെക്രട്ടറി പറയുന്നത്
ഇതെല്ലാം തയ്യാറായി വരട്ടെ, ബൈലോയ്ക്ക് അനുവാദം കിട്ടിയിട്ട് അതിന് ശേഷം വെക്കാം. അപ്പൊ ഞങ്ങൾ വാടകയ്ക്ക് തയ്യാറായി ചെല്ലുമ്പോഴും സെക്രട്ടറി സമ്മതിച്ചില്ല. കാരണം ഇത് നിയമപരമായി വെക്കണമെങ്കിൽ ബൈലോന് അംഗീകാരം കിട്ടണം. ഈ ബൈലോന് അംഗീകാരം വാങ്ങിക്കേണ്ടത് ആരാണ്? പ്രസ് ക്ലബ്ബാണോ അല്ലെങ്കിൽ മാളയിലെ ജനങ്ങളാണോ? ആരാണ് ഈ ബൈലോയ്ക്ക് അംഗീകാരം വാങ്ങിക്കേണ്ടത്? പഞ്ചായത്ത് ചെയ്യേണ്ട ഒരു കർത്തവ്യം ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റാതെ ബൈലോയ്ക്ക് അംഗീകാരം വാങ്ങാതിരിക്കുകയും 1000 രൂപ വാടക നിശ്ചയിച്ച് മാള പ്രസ് ക്ലബിന് കെട്ടിടം തരികയും പിന്നീട് 10,000 അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാം. ബൈലോ തയ്യാറാക്കി സർക്കാരിൽ നിന്നും അനുമതി വാങ്ങി വാടക കൈപ്പറ്റാത്തതിനാൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാസങ്ങൾക്ക് മുമ്പ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. അതിനെ തുടർന്ന് പഞ്ചായത്ത് ബൈലോ തയ്യാറാക്കി DDP ഓഫീസിൽ സമർപ്പിച്ചതായി അറിയുന്നു. ബൈലോ ഇല്ലാത്തതിനാൽ LSGD എഞ്ചിനീയറുടെ കണക്ക് പ്രകാരമുള്ള 10,000 രൂപ മാസം തോറും അടയ്ക്കണമെന്നാണ് സെക്രട്ടറി നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഭരണസമിതി അംഗീകരിച്ച് നൽകിയ 1000 രൂപ പ്രകാരം 50 മാസക്കാലത്തെ 50,000 അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി അനുവദിച്ചില്ല. പകരം 10,000 രൂപ വാടകയും 18% പലിശയും അടക്കം 6 ലക്ഷത്തിൽ പരം രൂപ അടയ്ക്കാനുള്ള റവന്യൂ റിക്കവറി നോട്ടീസാണ് പ്രസ് ക്ലബിന് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ വഴി നൽകിയിരിക്കുന്നത്. മീഡിയ ടൈം, മാള. പൊതുഗതാഗത സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുവാനും ജനങ്ങൾക്ക് അത്യാവശ്യമുള്ളതും ലാഭകരവുമായ പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതിനുമായി ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉയർത്തി ചാലക്കുടിയുടെ ജനകീയ സദസ്സ്. മോട്ടോർ വാഹന വകുപ്പാണ് സദസ്സ് സംഘടിപ്പിച്ചത്. നിരവധി നിർദ്ദേശങ്ങൾ സദസ്സിൽ ഉയർന്നു വന്നു. പൊതുഗതാഗത സംവിധാനങ്ങളുടെ പ്രാധാന്യത്തെയും ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികളെയും കുറിച്ച് ജനപ്രതിനിധികളും KSRTCയും സ്വകാര്യ ബസ് സംഘടനകളും തമ്മിൽ ആരോഗ്യപരമായ ചർച്ച നടന്നു. പൊതുഗതാഗതം എത്തിപ്പെടാത്ത ഉൾനാടുകളെ പ്രധാന റൂട്ടുകളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ സദസ്സിൽ ഉയർന്നു വന്നു. ഇതിന്റെ സാധ്യതാ പഠനങ്ങൾക്കായി മോട്ടോർ വാഹന വകുപ്പിനെ നിയോഗിച്ചു. ഇപ്പോൾ ടൗണിൽ പ്രവേശിക്കാതെ പോകുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സുകൾ മേൽപ്പാലത്തിന് താഴെ കൂടി സർവീസ് നടത്താൻ ധാരണയായി. അതിരപ്പള്ളി മേഖലയിലെ KSRTC സ്വകാര്യ ബസ് സമയത്തർക്കം പരിഹരിക്കുന്നതിന് MLAയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച പ്രത്യേക യോഗം ചേരുന്നതിനും തീരുമാനിച്ചു. കോവിഡിന് ശേഷം നിലച്ചുപോയ തിരുമുടിക്കുന്നിൽ നിന്നുള്ള മെഡിക്കൽ കോളേജ് KSRTC ബസ് സർവീസ്, പിലാർമൊഴിയിലേക്കുള്ള ബസ് സർവീസ്, കാടുകുറ്റിയിലേക്കുള്ള ബസ്സുകൾ പാതിവഴിയിൽ സർവീസ് അവസാനിപ്പിക്കുന്നത്, കട്ടപ്പുറം, മാമ്പ്ര, വള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലേക്കുള്ള ബസ് സർവീസ് അപര്യാപ്തത അടക്കമുള്ള ഗതാഗത പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ സദസ്സിൽ ഉന്നയിച്ചു. സംസ്ഥാന തലത്തിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ കേരള മോട്ടോർ വാഹന വകുപ്പാണ് സദസ്സ് സംഘടിപ്പിക്കുന്നത്. യോഗത്തിൽ MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ AB ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC വിജു, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനീഷ് പി ജോസ്, KSRTC ATO സുനിൽ KJ, ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് MK, PWD റോഡ്സ് ഡിവിഷൻ എഞ്ചിനീയർ അനു K സദാനന്ദൻ, ചാലക്കുടി ജോയിന്റ് RTO KB സിന്ധു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാൻജോ വർഗീസ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജയരാജൻ PP, സെബാസ്റ്റ്യൻ ജോസഫ്, ബസ്സുടമകളുടെ സംഘടനാ പ്രതിനിധികളായ ലിസൺ ജോൺ, ഷിബു ആട്ടോക്കാരൻ, ജോൺസൺ പയ്യമ്പള്ളി, സോമസുന്ദരൻ, പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ച വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ ജനകീയ സദസ്സിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ സ്പിൽ ഓവർ പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തി അന്തിമ അംഗീകാരം നൽകി. 17.69 കോടി രൂപയുടെ പദ്ധതികളാണ് അംഗീകരിച്ചത്. ശുചിത്വം, മാലിന്യ സംസ്കരണം, പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ ക്യാഷ്വാലിറ്റിയിൽ ഉണ്ടാകുന്ന തിരക്കും അതുമൂലം രോഗികൾ അനുഭവിക്കുന്ന പ്രയാസവും പരിഹരിക്കുന്നതിന് ഇവിടെ ഒരു ഡോക്ടറുടെ സേവനം കൂടി നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉറപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കൗൺസിലർ ഷിബു വാലപ്പൻ ആവശ്യപ്പെട്ടു. രാത്രി സമയം ഒരു ഡോക്ടർ മാത്രം ഉള്ളതിനാൽ ക്യാഷ്വാലിറ്റിയിൽ അപകടവും മറ്റുമായി എത്തുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ മണിക്കൂറുകൾ ഇവിടെ കാത്തു നിൽക്കേണ്ട അവസ്ഥയും ഇതുമൂലം പലപ്പോഴും ഇവിടെ എത്തുന്ന രോഗികൾക്ക് മറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ട അവസ്ഥയും പതിവാണ്. ഇത് രോഗികൾക്കുണ്ടാക്കുന്ന ദുരിതം ഏറെയാണെന്നും ചൂണ്ടിക്കാട്ടി ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ രാത്രി സമയത്ത് ക്യാഷ്വാലിറ്റിയിൽ നഗരസഭാ പദ്ധതിയിലൂടെ വേതനം നൽകി ഒരു ഡോക്ടറെ നിശ്ചയിക്കുന്നതിന് നടപടി സ്വീകരിക്കാനും ചാലക്കുടി മൃഗാശുപത്രിയിൽ ഈവനിംഗ് സമയത്ത് ഒരു ഡോക്ടറുടെ സേവനം കൂടി പദ്ധതി വഴി ഉറപ്പാക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. മാർക്കറ്റിൽ അറവിന് കൊണ്ടുവരുന്ന കന്നുകാലികളെ പരിശോധിക്കുന്നതിനും ഈ ഡോക്ടറുടെ സേവനം ഉപയോഗപ്പെടുത്താമെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു. പൊതുവിഭാഗത്തിൽ 9.65 കോടിയും പട്ടികജാതി വിഭാഗത്തിൽ 1.88 കോടി, റോഡ് വിഭാഗത്തിൽ 3.17 കോടി,
റോഡിതര വിഭാഗത്തിൽ 2.97 കോടിയും ഉൾപ്പെടെ 17.69 കോടി രൂപയുടെയും പദ്ധതികൾക്കാണ് കൗൺസിൽ അന്തിമ അംഗീകാരം നൽകിയത്. കൂടാതെ KSWMPയുടെ 1.57 കോടി രൂപയുടെയും ഹെൽത്ത് ഗ്രാൻഡിൽ 33.51 കോടി രൂപയുടെയും ശുചിത്വ മിഷൻ വഴിയുള്ള വിവിധ പദ്ധതികൾക്കും കൗൺസിൽ അംഗീകാരം നൽകി. നിലവിലുള്ള പദ്ധതികളിൽ അതിദരിദ്രർക്ക് ഭവന നിർമ്മാണത്തിന് സ്ഥലം വാങ്ങൽ, വിയർപുരം കമ്മ്യൂണിറ്റി ഹാൾ വികസനം, പടിഞ്ഞാറേ ചാലക്കുടി സെന്ററിന് സ്ഥലം വാങ്ങൽ, പൊതുസ്ഥലങ്ങളിൽ ആധുനിക ടോയ്ലറ്റുകളുടെ നിർമ്മാണം, പൊതുക്കുളങ്ങളുടെ നവീകരണം, അംഗനവാടികൾക്ക് സ്ഥലം വാങ്ങൽ, കർഷക ചന്ത, 36 വാർഡുകളിൽ റോഡ് നിർമ്മാണത്തിന് 7 ലക്ഷം രൂപ വീതവും ഉൾപ്പെടുത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു എസ് ചിറയത്ത് അവതരിപ്പിച്ച പദ്ധതികൾക്കാണ് അന്തിമ അംഗീകാരം നൽകിയത്. നഗരസഭാ ചെയർമാൻ AB ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ മൂവപ്പാടം ദേശത്തേക്ക് ഇനി ഓട്ടോയും വരും. നാടിന്റെ ദുരിതം തീർത്ത് പുതിയ റോഡ് നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. പായസവും മധുരപലഹാരങ്ങളും നൽകിയാണ് പ്രദേശവാസികൾ ഉദ്ഘാടനത്തിലെത്തിയ ഇ.ടി. ടൈസൺ MLAയും മറ്റു ജനപ്രതിനിധികളെയും സ്വീകരിച്ചത്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് 17ഉം 15നെയും ബന്ധിപ്പിക്കുന്ന മൂവപ്പാടം റോഡ് ഇ.ടി. ടൈസൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35,40,000 രൂപ വകയിരുത്തി പൂർണ്ണമായും ടൈൽ വിരിച്ച റോഡ് നിർമ്മിച്ചതോടെ മൂവപ്പാടം പ്രദേശവാസികൾ ഏറെ സന്തോഷത്തിലാണ്. മഴക്കാലമായാൽ വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശമായതിനാലും നിലവിലെ റോഡ് തകർന്നതിനാലും സ്കൂൾ വണ്ടികൾ പോലും ഇവിടേക്ക് വരാൻ മടിക്കുന്ന സാഹചര്യമായിരുന്നു. അടിയന്തര ഘട്ടത്തിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും കിട്ടാതിരുന്ന പ്രദേശവാസികൾക്ക് റോഡ് വന്നതോടെ വലിയ ഒരു വിഷമഘട്ടമാണ് മാറിയതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. പായസവും മധുരപലഹാരങ്ങളും നൽകിയാണ് പ്രദേശവാസികൾ ഉദ്ഘാടനത്തിനെത്തിയ ഇ.ടി. ടൈസൺ മാസ്റ്റർ MLAയും മറ്റു ജനപ്രതിനിധികളെയും സ്വീകരിച്ചത്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യ അതിഥിയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയ്യൂബ്, വാർഡ് മെമ്പർ ഷെറിന സഗീർ, KA ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഓട്ടിസത്തെ അതിജീവിച്ച് കൃഷിയിൽ മികവ് തെളിയിച്ച് മേലടൂരിലെ യുവാവ്. കർഷക ദിനത്തിൽ അന്നമനട ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തിയ കർഷകർക്കുള്ള ആദരവ് ചടങ്ങിൽ നിതിനെ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. ഒരു വ്യത്യസ്ത കർഷകനെ പരിചയപ്പെടാം. അന്നമനട ഗ്രാമപഞ്ചായത്ത് മേലടൂരിലെ ചക്കിയത്ത് ഡേവിസ് ലിസമ്മ ദമ്പതികളുടെ മകനായ നിതിൻ ഡേവിസാണ് മറ്റുള്ളവർക്ക് മാതൃകയായി തൻ്റെ പറമ്പിൽ വിവിധതരം കൃഷി ചെയ്തിരിക്കുന്നത്. പടവലം, കുക്കുംബർ, ചുരയ്ക്ക, വഴുതന, പീച്ചിങ്ങ, കുമ്പളം, വെണ്ടയ്ക്ക, തക്കാളി, പയർ, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, ഗണപതി നാരങ്ങ തുടങ്ങി വിവിധതരം പച്ചക്കറികളാണ് ഈ യുവ കർഷകൻ കൃഷി ചെയ്തിരിക്കുന്നത്. കൂടാതെ മാംഗോസ്റ്റ്, മുസംബി തുടങ്ങി നിരവധി ഫലവർഗ്ഗങ്ങളും നിതിൻ്റെ കൃഷിയിടത്തിലുണ്ട്. ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. കർഷക ദിനത്തിൽ അന്നമനട ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തിയ കർഷകർക്കുള്ള ആദരവ് ചടങ്ങിൽ നിതിനെ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. 1 വർഷം മുൻപാണ് നിതിൻ കൃഷിയിലേക്ക് വരുന്നത്. ആദ്യമേ വെണ്ണൂർ ജീവനം ഇക്കോ സ്റ്റോറിൽ നിന്നും വിവിധ പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും വാങ്ങി വീട്ടിലെത്തിച്ച് നട്ടുപരിപാലിച്ചു. ഇതാണ് തുടക്കം. വിളവ് കിട്ടിത്തുടങ്ങിയതോടെ പിന്നീട് അത് ഹരമായി മാറി. വീട്ടിലെ ആവശ്യത്തിന് പുറമെ സമീപത്തെ കടകളിലും പച്ചക്കറികൾ വിൽപ്പന നടത്താറുണ്ട് നിതിൻ. അച്ഛൻ ഡേവിസും അമ്മ ലിസമ്മയും സഹായത്തിനായി ഒപ്പമുണ്ട്. +2 വിദ്യാഭ്യാസമുള്ള നിതിന് കൃഷിയോടുള്ള താല്പര്യം മനസ്സിലാക്കിയ മേലടൂർ ഉണ്ണിമിശിക ദേവാലയത്തിലെ വികാരിമാർ അവന് വേണ്ട സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി. അന്നമനട കൃഷിഭവൻ, വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക്, ജീവനം സ്റ്റോർ ജീവനക്കാർ, മാള വലിയപറമ്പ് സ്നേഹഗിരി മിത്രാലയ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ, കീഴടൂർ ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങി നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും നിതിൻ്റെ വളർച്ചയിൽ പങ്കാളികളാണ്. കൃഷിക്കാരൻ എന്നതിൽ ഒതുങ്ങുന്നതല്ല യുവാവിൻ്റെ കഴിവുകൾ. സ്പോർട്സിലും കലാരംഗത്തും സിനിമയിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സഹജീവികളോട് കരുണ കാണിക്കുന്ന നല്ല മനസ്സിനുടമയായ നിതിനെ ഒപ്പം ചേർത്ത് നിർത്തുകയാണ് മേലടൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ ആളുകൾ. നല്ല ഒരു കൃഷിക്കാരനും സിനിമാ നടനും ആകണമെന്നാണ് നിതിൻ്റെ ആഗ്രഹം. മീഡിയ ടൈം, മാള. PK ശശി ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണെന്നും അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തുവെന്ന വാർത്ത തെറ്റാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. PK ശശിയെ സംഘടനാ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിക്കകത്ത് നിരന്തരമായ സ്വീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 1 കൊല്ലത്തേക്കോ ഒന്നുമല്ല, തുടർച്ചയായ പ്രക്രിയയാണ്. അതിൽ ജില്ലാ കമ്മിറ്റിയുടെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്,
ചിലപ്പോൾ ഏരിയ കമ്മിറ്റി പങ്കെടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. പരാതികളിലെല്ലാം വളരെ ഏത് പരാതി ഉണ്ടായാലും പരാതിയുടെ നേരെ കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. അതിൽ വിട്ടുവീഴ്ച. പക്ഷേ ഈ പി കെ ശശിനെ മാറ്റിയില്ല എന്ന് സാങ്കേതികമായിട്ട് പറയുന്നതാണോ, അത് ഓർഡർ ഉത്തരവായിട്ടില്ല എന്നാണോ പാർട്ടി? അതാണോ ഞാനിപ്പം പറഞ്ഞാൽ മനസ്സിലായി, മലയാളത്തിലല്ലേ പറഞ്ഞത്, ക്ലാരിറ്റി വേണ്ടി ചോദിക്കുന്നത്. എന്നെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശശീൻ്റെ നേരെ ഒരു നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല. ഇനി നാട്ടിൽ നടന്നത്. സുത്യർഹ സേവനത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ തൃശൂർ റൂറൽ വനിതാ സെൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ MC ബിജുവിനെ KPMS കൊടുങ്ങല്ലൂർ യൂണിയൻ ആദരിച്ചു. യൂണിയൻ പ്രസിഡന്റ് മിഥുൻ, സെക്രട്ടറി ഷാജു വാരിയത്ത്, വൈസ് പ്രസിഡന്റ് സിജു, ട്രഷറർ സത്യൻ, മീഡിയ കോർഡിനേറ്റർ കുട്ടൻ, MC വിനോദ്, TM മനോജ് എന്നിവർ ഉണ്ടായിരുന്നു. KPMS തിരുത്തുമുറി ശാഖ അംഗമാണ് ഇൻസ്പെക്ടർ ബിജു. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് LP സ്കൂളിൽ പഴയകാല കാർഷിക ഉപകരണങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കൃഷി മിത്ര എന്ന പേരിൽ ഒരു പതിപ്പും മികച്ച കർഷകനും രക്ഷിതാവുമായ രജീഷിനെ ആദരിക്കൽ ചടങ്ങും നടന്നു. പ്രധാന അധ്യാപിക മരിയ ജോ സംസാരിച്ചു. ചടങ്ങിൽ കുട്ടി കർഷകരുടെ വേഷത്തോടെ എത്തിയ കുട്ടികൾ മുഖ്യ ആകർഷണമായി. മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നാമത് പൗളിൻ മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ സ്കൂൾ ബോയ്സ് വോളിബോൾ ടൂർണമെന്റ് ഓഗസ്റ്റ് 22, 23 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 22 രാവിലെ 9-ന് അർജുന അവാർഡ് ജേതാവും ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയറുമായ ടോം ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഹോളി ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാർമസി കോളേജ് സെക്രട്ടറി KJ ബെന്നി, വോളിബോൾ കോച്ച് സഞ്ജയ് ബാലിക, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് PM ജ്യോതിഷ്, പോളിടെക്നിക് കോളേജ് സൂപ്രണ്ട് CR വിഷ്ണു എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. സംസ്ഥാന സർക്കാർ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ച കുമാരി ശ്രീഷ്മ ചന്ദ്രനെ കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി ശ്രീഷ്മ ചന്ദ്രനെ ഉപഹാരം നൽകി അനുമോദിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ, പ്രിൻസിപ്പൽ റോഷൻ P നായർ, മാനേജർ TK സതീഷ്, അസിസ്റ്റന്റ് മാനേജർ സതീഷ് ശങ്കർ എന്നിവർ സംസാരിച്ചു. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. കിഴക്കിനിയടുത്ത മേക്കേട്ട് നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി സതീശൻ സഹകാർമ്മികനായിരുന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വയനാട് ദുരിതബാധിതർക്ക് AIYF നിർമ്മിക്കുന്ന ഭവനത്തിനായി വധൂവരന്മാർ സംഭാവന നൽകി. CPI പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി അംഗം ശൈലജ പ്രതാപിന്റെ മകളും ASF അംഗമായിരുന്ന പ്രഗ്നയുടെയും വരൻ ആളൂർ സ്വദേശി ക്ലിന്റിന്റെയും വിവാഹച്ചടങ്ങിൽ വെച്ചാണ് വയനാട്ടിലെ ദുരിതബാധിതർക്കായി AIYF നിർമ്മിക്കുന്ന ഭവന പദ്ധതിയിലേക്ക് ഒരു വിഹിതം നൽകിയത്. ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഏറ്റുവാങ്ങി. CPI ജില്ലാ ട്രഷറർ TK സുധീഷ്, ഷിഹാബ് കാവുങ്ങൽ, ദിവ്യാനേഷ്, അരുൺജിത്ത് കാനപ്പള്ളി, KC ബിജു എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിന്റെ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് നിർണായകമായ പങ്കുവഹിച്ച KS മുഹമ്മദിന്റെ ചരമവാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. CPM പള്ളിനട ബ്രാഞ്ചും എയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. P ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പള്ളിനട ബ്രാഞ്ച് സെക്രട്ടറി KV അജയൻ, TK രമേഷ് ബാബു, A സിദ്ധാർത്ഥൻ, MS മോഹനൻ, AP ജയൻ, PN നൌഷാദ് എന്നിവർ സംസാരിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ മേൽത്തട്ട് പരിധി നിർണ്ണയിക്കുവാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ലെന്ന് KPMS സംസ്ഥാന പ്രസിഡന്റ് PA അജയ് ഘോഷ് പറഞ്ഞു. ആളൂരിൽ നടന്ന ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി തടസ്സം നിൽക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ഉയർന്നു വന്ന സുപ്രീം കോടതി വിധി ആശങ്ക ഉണർത്തുന്നതാണെന്നും അജയ് ഘോഷ് കൂട്ടിച്ചേർത്തു. വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ അയ്യൻകാളി ജയന്തി ആഘോഷങ്ങൾ ഒഴിവാക്കി ലളിതമായി നടത്തുവാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ഉപാധ്യക്ഷൻ PN സുരൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ശശി കൊരട്ടി, ഷാജു ഏത്താപ്പള്ളി, KP ശോഭന, PC രഘു തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മരത്തോമ്പിളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. ക്ഷേത്രം ട്രസ്റ്റി I സദാനന്ദൻ, സെക്രട്ടറി E ആനന്ദകൃഷ്ണൻ, ടൗൺ NSS കരയോഗം സെക്രട്ടറി KB മുരളീധരൻ, ട്രഷറർ സുനിൽകുമാർ, സേതു പുതുശ്ശേരി, U അച്യുതാനന്ദൻ, AS വിജയകുമാർ, മേൽശാന്തി രജീഷ്, നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ഓഗസ്റ്റ് 28-നാണ് നിറപുത്തരി. അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളയുടെ സ്കൂൾ തല മത്സരം കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്നു. ശാസ്ത്ര സാങ്കേതികം, ഇൻഫർമേഷൻ ടെക്നോളജി, ഗണിതശാസ്ത്രം എന്നീ 3 വിഭാഗങ്ങളിലായിരുന്നു മത്സരം. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത,
ടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സൂപ്രണ്ട് ഷബാന പി ഷാഫി, വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ, PTA വൈസ് പ്രസിഡന്റ് കെ അജയൻ, ടെക് ഫെസ്റ്റ് കൺവീനർ PV മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ MGM കോളേജിലെ മോണ്ടിസ്റ്റോറി ടീച്ചർ ട്രെയിനിംഗ് വിഭാഗത്തിന്റെ 9ാമത് കോൺവക്കേഷൻ സെറിമണിയും പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയിലെ അഭിനേത്രി കൊടുങ്ങല്ലൂർ ഗേൾസ് ഹൈസ്കൂൾ അധ്യാപിക ഫെബിയെ ആദരിക്കൽ ചടങ്ങ് നടന്നു. ദേശീയ അധ്യാപിക അവാർഡ് ജേതാവ് CD കോൺവക്കേഷൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. MGM കോളേജ് അഡ്മിനിസ്ട്രേറ്റർ നസീം MA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മറിമായം ഫെയിമും പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ ഡയറക്ടറുമായ സലിം ഹസൻ മുഖ്യാതിഥിയായി. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ സംരക്ഷിത സ്മാരകത്തിന് ചുറ്റും നിശ്ചിത മേഖലയിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് മുൻകൂർ അനുമതി തേടണം. ഉത്തരവ് വന്നതോടെ വെട്ടിലായി പ്രദേശവാസികൾ. മാള പ്രസ് ക്ലബിനെതിരെ ഗ്രാമപഞ്ചായത്തിന്റെ റവന്യൂ റിക്കവറി നോട്ടീസ്. 1000 രൂപ മാസ വാടകയ്ക്ക് പകരം 10,000 രൂപ വാടകയും പലിശയും ചേർത്ത് 6 ലക്ഷത്തിൽ പരം രൂപയുടെ നോട്ടീസ്. PK ശശി ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് MV ഗോവിന്ദൻ. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തുവെന്ന വാർത്ത തെറ്റാണെന്നും ഗോവിന്ദൻ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.